Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? ഓക്കെ, എവിടെ വരെയായിരുന്നു പഠിച്ച്? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നമ്മള്? ഇതാണ് നഫീറ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, ആ ഒരു 4 പോയിന്റ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഇപ്പൊ എന്തായിരുന്നു ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താണ് രാവിലെ തന്നെ എന്താ ഒരു ഉഷാറില്ലാതിരിക്കുന്നത്? മൂലധന അല്ലെ, മൂലധന ഉപകരണങ്ങൾ വാങ്ങാന്നുള്ളത് അല്ലെ. അതായത് ഒരുപാട് തുക ചിലവാക്കി നമ്മള് അല്ലെ, ഒരുപാട് വില ചിലവാക്കി നമ്മൾ വാങ്ങുന്ന ഒരു ഉപകരണമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ അങ്ങനെ വാങ്ങാറുണ്ട് അല്ലെ, ഒരുപാട് തുക ചിലവാക്കി നമുക്ക് ഉപയോഗത്തിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സുകൾ നമ്മൾ വാങ്ങി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒത്തിരി വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ വാങ്ങാറുണ്ട് അല്ലെ. അവരുടെ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഉപകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതുകൊണ്ടാണ് അവർ അത്രയും തുക ചിലവാക്കി ആ ഒരു ഉപകരണം വാങ്ങുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു പറഞ്ഞേ? ഈ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എന്താന്നാ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റില് മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ, ഒരു പ്രധാന നിക്ഷേപമാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. രണ്ടാമതായി നമ്മൾ എന്താ പറഞ്ഞേ? സെക്കൻഡ് പോയിന്റ് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആണ്. നമുക്ക് ആവർത്തിക്കാതെ നമുക്ക് എന്ത് ചെയ്യും? പർച്ചേസിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം മറ്റൊരു പുതിയത് വാങ്ങുന്നതിന് പകരം നമുക്ക് ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഒത്തിരി നാള് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അപ്പൊ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും അത് മാറ്റി ഓരോന്ന് പുതിയത് വാങ്ങുന്നതിനെ നമുക്ക് ആ ഒരു ആവർത്തിച്ചുള്ള പർച്ചേസിനെ തടയാനായിട്ട് പറ്റും. മൂന്നാമതായി എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലെ മേജർ ഓപ്പറേഷൻസിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതെ, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ മേജർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഈ ഒരു ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത് അല്ലെ. അതാണ് അതിൽ പറയുന്നത്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരിക്കും നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വില കൊടുത്താണെങ്കിൽ പോലും ആ ഒരു ഉപകരണം വാങ്ങി വയ്ക്കുന്നത് അല്ലെ. നാലാമതായി പറഞ്ഞ എന്താ? ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസില് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്തെന്ന് വിളിക്കാം? എന്താ വിളിക്കാം? അസറ്റ് അല്ലെ, സ്ഥിര ആസ്തി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. 5 പോയിന്റ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 5 പോയിന്റ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ ആണ്
പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്. എന്താണ്? ഇപ്പൊ ഒരു ഉപകരണം നമുക്ക് ആവശ്യമായി വന്നാൽ ആ ഉപകരണത്തെ കുറിച്ച് നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്യണം അല്ലെ. വാങ്ങുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്യണം. ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഉപകരണം അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ സപ്ലയേഴ്സ് ആണ് നമുക്ക് ആ ഒരു സാധനം തരാനായിട്ട് ബില്ലിംഗ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം അല്ലെ, ആസൂത്രണം ചെയ്യണം. അതാണ് ഫസ്റ്റത്തെ പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്. ഒരു ഉപകരണം വാങ്ങുന്നതിനായുള്ള ആസൂത്രണം ചെയ്യൽ. രണ്ടാമതായിട്ട് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആസൂത്രണം ചെയ്തു. കൃത്യമായിട്ടൊരു സപ്ലയറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് എന്ത് ചെയ്യും? സാധനം പർച്ചേസ് ചെയ്യും അല്ലെ, ഉപകരണം വാങ്ങും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് ആണ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. ഇനി എന്താ മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റിനെ പരിപാലിക്കുക അല്ലെ. എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത് നമ്മൾ അതിനെ നല്ല രീതിയിൽ മെയിന്റനൻസ് ചെയ്ത് പരിപാലിച്ച് കൊണ്ടുപോകുക. നാലാമതായി യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. ശരിയായ രീതിയിൽ ആ ഒരു ഉപകരണം ഉപയോഗിക്കുക അല്ലെ. ദെൻ ഫോർത്ത് പോയിന്റ് ആണ്, ഫിഫ്ത് പോയിന്റ് ആണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ് ഡിസ്കാർഡിംഗ്? ഉപകരണങ്ങൾ നിരസിക്കൽ അല്ലെങ്കിൽ എന്താണ്? നിർമ്മാർജ്ജനം ചെയ്യൽ അല്ലെ. ഇപ്പൊ നമ്മുടെ ഉപകരണങ്ങൾ അത് നമ്മൾ ഉപയോഗിച്ചു, ഇനി പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? ഡിസ്കാർഡിങ് അല്ലെ. അതൊന്നില്ലെങ്കിൽ എന്താണ്? ആവശ്യമായിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അത് സ്ക്രാപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൂടെ നമ്മൾ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നു. അതാണ് ഈ 5 പോയിന്റ്സ് ആണ് ഒരു ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 5 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് ഓരോന്നും നമുക്ക് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഈ 5 പോയിന്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു, കുറച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പഠിക്കാനുണ്ട്. 5 പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം, പ്ലാനിങ് ദ എക്യുപ്മെന്റ്. നമ്മൾ പറഞ്ഞു ആ ഒരു ഉപകരണത്തെ വാങ്ങുന്നതിന് മുൻപ് നമ്മൾ ആ ഒരു ഉപകരണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നു? ആസൂത്രണം ചെയ്യുന്നു അല്ലെ. നോക്കിയേ, ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. നെക്സ്റ്റ് വരുന്ന സെന്റൻസ് ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ, അവിടെ വരുന്നതല്ല, അപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ല. നോക്കിയാൽ അതൊന്ന് വെട്ടിക്കളഞ്ഞിരിക്കാം. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ മതി കേട്ടോ. നോക്കിയേ, ഇപ്പൊ പ്ലാനിംഗ് ദ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താ ഫസ്റ്റ് പറഞ്ഞിരുന്നത്? ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. എന്താണ്? പല മാർഗങ്ങളിലൂടെ ഏറ്റവും മികച്ച സപ്ലൈസിന് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ബെസ്റ്റ് വണ്ണിനെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇത് ആരുടെ ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു എക്യുപ്മെന്റ് ആരാണ് അത് വിതരണം ചെയ്യുന്ന ആളുകള്, അവരെ നമ്മൾ അന്വേഷിക്കും അല്ലെ. അവരെ അന്വേഷിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിയായ രീതിയിൽ അവരോട് സംസാരിച്ച് അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തരാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പൊ ഒരു സപ്ലയർ ആയിരിക്കില്ലല്ലോ, ഒത്തിരി പേരുണ്ടാവും അല്ലെ. അവരെ പല മാർഗങ്ങളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് ഏറ്റവും മികച്ചതായിട്ടുള്ള സപ്ലയേഴ്സ് ആരാണോ അവരെ സെലക്ട് ചെയ്യുന്നു. അതാണ് പ്ലാനിംഗ് ദ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. ഒരു ഉപകരണം വാങ്ങുന്നു അല്ലെ. ആ ഒരു ഉപകരണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 9 മേജർ സ്റ്റെപ്സ് ആണ്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂലധന ഉപകരണം നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു 9 മേജർ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തായിരിക്കും? ഫസ്റ്റ് പോയിന്റ്, ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ആവശ്യങ്ങൾ അല്ലെ, ആവശ്യം എന്ത് ചെയ്യുക? മുൻകൂട്ടി കാണുക. ഒരു ഉപകരണം അത് ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം ആവശ്യകതയുണ്ട്. നമ്മളൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് വാങ്ങാൻ പോകുന്നത്, നല്ലൊരു മൂലധനം നമ്മൾ ചിലവാക്കി, നല്ലൊരു തുക ചിലവാക്കിയാണ് ഒരു ഉപകരണം വാങ്ങുന്നത് അല്ലെ. അപ്പൊ ആ ഒരു തുക ചിലവാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് ആ ഒരു ഹോസ്പിറ്റലിൽ അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് മുൻകൂട്ടി കാണുക അല്ലെ. ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഉപകരണം നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതേസമയം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു ഉപകരണം വേണം അല്ലെ. ഇപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക, ഒരു എക്സ്റേ മെഷീൻ, ഒരു സ്കാനിങ് മെഷീൻ ഇല്ലാതെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു മെഷീൻസിന്റെ സഹായം ഇല്ലാതെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെ ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലെ വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്ന്
മുൻകൂട്ടി മനസ്സിലാക്കുക. ഇതിന്റെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യകത എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് സോഴ്സസ് ഓഫ് ഫണ്ട്, പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ്. സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മൂലധനം അല്ലെങ്കിൽ നല്ലൊരു ഫണ്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ ഒരു പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഒന്നല്ലെങ്കിൽ ലോൺസ് വഴിയാ, ലോണുകളിലൂടെ നമുക്ക് ഫണ്ട് കിട്ടും. രണ്ടാമത്തത് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് ലഭ്യമായിട്ടുള്ള ഒരു തുകയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ അവർ ബഡ്ജറ്റുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അവരെന്ത് ചെയ്യും, പുതിയ പുതിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവർക്ക് ആ ഹോസ്പിറ്റലിന് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു തുകയിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, ഈ ഉപകരണം വാങ്ങാവുന്നതാണ്. മൂന്നാമതായിട്ട് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. എന്താ, ഹോസ്പിറ്റലിൽ വന്നു ചേർന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭത്തിൽ നിന്ന് ഇവർക്ക് ഈ ഒരു എക്യുപ്മെന്റ് വാങ്ങാവുന്നതാണ്. മൂന്നാമതായിട്ട് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. എന്താ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഉള്ള ഫണ്ടുകളാണ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ അതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ എന്താണ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഫണ്ടുകളൊക്കെ സ്കൂളിന് കിട്ടാറില്ലേ. അത് ആ സ്കോളർഷിപ്പ് വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടി മാത്രമേ ആ ഒരു തുക ചിലവാക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അല്ലാതെ ആ സ്കൂളിന്റെ മെയിൻ്റനൻസിന് ആ ഒരു തുക എടുക്കാൻ പറ്റുമോ? അവർക്ക് ചെലവാക്കാൻ പറ്റുമോ? അത് എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നേ? ആണോ? ഇല്ല അല്ലെ, ചെലവാക്കാൻ പറ്റില്ല. അതുപോലെ പ്രത്യേക പർപ്പസ് അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടുകളിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാം, ഈ ഉപകരണങ്ങൾ വാങ്ങാവുന്നതാണ്. ആ ഒരു പണത്തിന്റെ സ്രോതസ് ലോൺ ആവാം, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ വാങ്ങാനായിട്ട് വെച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ ഫണ്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു ചേർന്ന ലാഭത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ടുകളിൽ നിന്നും ആ ഒരു ഉപകരണം വാങ്ങാവുന്നതാണ്. അപ്പൊ ആ ഒരു ഫണ്ട് ഏതാണെന്ന് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മുൻപായിട്ട് അത് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനമെടുക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഒരു വലിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആവുമ്പോൾ ഒരുപാട് പണം ചിലവാക്കുമ്പോൾ അത് ഒരാളുടെ തീരുമാനത്തിൽ വാങ്ങാൻ പറ്റില്ല അല്ലെ. ഇതിപ്പോ നമ്മുടെ വീടുകളിലാണെങ്കിലും അങ്ങനെയല്ലേ. ഇപ്പൊ നമുക്കൊരു വലിയ ഒരു എന്താണ് സാധനം വേണമെങ്കിൽ നമ്മൾ ആ ഒരു വീട്ടിലുള്ള എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടായിരിക്കും ആ ഒരു സാധനം വാങ്ങുക അല്ലെ. എല്ലാവരുടെ ഒരു അനുവാദവും പെർമിഷനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടല്ലേ ഓരോ വലിയ വലിയ പണം കൊടുത്ത് ഒരുപാട് പണം കൊടുത്തുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. അതുപോലെ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് ഇതിനെ മേടിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ട്. ടോപ്പ് മാനേജ്മെന്റ്, ഉന്നതാധികാരികളുണ്ട്. മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഉന്നതാധികാരികൾ ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ HODകൾ ഉണ്ടാവും, മെറ്റീരിയൽസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, ബയോമെഡിക്കൽ എഞ്ചിനീയർ ഉണ്ടാവും. ഇത്രയും പേരാണ് ആ ഒരു ഉപകരണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഫോർത്ത് വണ്ണാണ് നല്ല സപ്ലയേഴ്സിനെ കണ്ടെത്താം അല്ലെ. നമ്മുടെ സപ്ലയേഴ്സിനെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു സപ്ലയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് എന്ത് ചെയ്യുക, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത്, എങ്ങനത്തെ ഉപകരണങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാഞ്ചിലൊക്കെ വേണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യുക, ചർച്ചകൾ നടത്തുക. അതിൽ നെക്സ്റ്റ് വരുന്ന ഇൻഫർമേഷൻ ജനറേഷൻ. ഈ ഒരു സാധനം, ഈ ഒരു ഉപകരണം നമ്മൾ വാങ്ങുമ്പോൾ ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത് ഇറ്റ്. എന്ത് ചെയ്യുക, എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ ഒരു ഉപകരണം ഉപയോഗിച്ച് വളരെ അനുഭവ പരിചയമുള്ള എക്സ്പേർട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നല്ല അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഈ ഒരു കാരണം നമ്മൾ ഇത്രയും പണം ചിലവാക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ആ ഒരു തീരുമാനം തെറ്റരുത് അല്ലെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാവരിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള അറിവുള്ളവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതുപോലെ ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഉപകരണം നമ്മുടെ സ്ഥാപനത്തിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് അല്ലെ, ഉപയോഗപ്രദം എത്രത്തോളം അതിന്റെ ഒരു ഉപകാരം നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലുണ്ട് എന്നുള്ള കാര്യം കൂടി ശരിയായ രീതിയിൽ ഒന്നുകൂടി മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്ത് കമ്പയറിംഗ് ദ കൊട്ടേഷൻസ് വന്നിരിക്കുന്ന ആ സപ്ലയേഴ്സിൽ നിന്നുള്ള കൊട്ടേഷൻസ് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു അല്ലെ, താരതമ്യം ചെയ്ത് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ടൂളുകൾ, അതായത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു, കോസ്റ്റിംഗ് വില നിർണ്ണയങ്ങളും നടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു പർച്ചേസിങ്ങിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ഇനി നമ്മൾ അങ്ങനെ ബഡ്ജറ്റുകൾ തയ്യാറാക്കി വില നിർണ്ണയമൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സപ്ലയറിൽ നിന്ന് പർച്ചേസിങ്ങും ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ഒരുമിച്ചാണ് കേട്ടോ. പർച്ചേസിങ് ആൻഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ആണ്, നേരത്തെ പോയിന്റ് ആണത്. നോക്കി, പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് സാധനം നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്ത് വാങ്ങുന്നു. ഇനി അത് വരുന്ന ആ വാങ്ങി കിട്ടുന്ന ആ ഒരു ഉപകരണം എന്ത് ചെയ്യണം, ഇൻസ്റ്റലേഷൻ ചെയ്യണം അല്ലെ. അത് എവിടെയാണോ സ്ഥാപിക്കേണ്ടത് അവിടെ കൃത്യമായി സ്ഥാപിക്കണം. അതായത് AC റൂം ഫോർ സം എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ അവിടെ. എക്യുപ്മെന്റ് ചില എക്യുപ്മെന്റ്സിൽ ചില ഉപകരണങ്ങൾക്ക് AC വേണ്ടി വരും. AC ഉള്ള ഇടങ്ങളിലായിരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അതിന് ചില ഉപകരണങ്ങൾക്കാണ് ഒത്തിരി റൂമിൽ ഒത്തിരി സ്പേസ് വേണ്ടതായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിലോ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റ്ററിയർ റൂമുകളിലാണെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റഫ് വാൾസ് അല്ലെങ്കിൽ പരിപരുത്ത പ്രതലങ്ങളുള്ളവർ അങ്ങനെയുള്ള രീതിയിലുള്ള സ്ഥലങ്ങളാവാം. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇടങ്ങളിലാവാം ചിലപ്പോൾ ഓരോ എക്യുപ്മെന്റ്സിന്റെ സ്ഥാനം വരേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ എന്താണ്, എവിടെയാണ് ശരിയായത് സ്ഥാപിക്കുന്നത്, അതിനനുസരിച്ച് ഈ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപിക്കുക. ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് 9 സ്റ്റെപ്സ് ആണ്. ഇതിനു വേണ്ടിയാ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 9 മേജർ സ്റ്റെപ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് ആ ഒരു 9 സ്റ്റെപ്പും ക്ലിയർ ആയോ? എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് പോയിന്റ് ആണ്, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. ഇപ്പൊ നമ്മൾ 2 എണ്ണം പറഞ്ഞു, ഈ പറഞ്ഞ് 5 എണ്ണമാണ് ഉള്ളത്, അതിൽ 2 എണ്ണം പറഞ്ഞു. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ് പറഞ്ഞു, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ് പറഞ്ഞു. മൂന്നാമതായിട്ട് വരുന്നതാണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, ഉപകരണങ്ങളെ പരിപാലിക്കുക അല്ലെ, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുക. നോക്കി, സ്പെസിഫിക് അപ്രോച്ച്, സയന്റിഫിക് അപ്രോച്ച് ടു റീസ്ട്രെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ എക്യുപ്മെന്റ് is called a maintenance. എന്താണ് ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്ന? ഒരു മെയിൻ്റനൻസ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉപകരണം പ്രവർത്തനരഹിതമാകുക അല്ലെ, അത് പ്രവർത്തിക്കാതെ വരിക, അതാണ് ബ്രേക്ക് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഉപകരണം അല്ലെങ്കിൽ അതിന്റെ തകർച്ച അല്ലെ, ആ ഒരു ഉപകരണം പ്രവർത്തനരഹിതമാകുന്നതോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തകർച്ച തടയുന്നതിനുള്ള ഒരു ശാസ്ത്രീയ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ഉപകരണങ്ങൾ, ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തിയാൽ ആ ഉപകരണം പിന്നെ എന്താണ്, പെട്ടെന്ന് കംപ്ലൈന്റ് ആവോ? പെട്ടെന്ന് കംപ്ലൈന്റ് ആവോ? കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരുമോ? അല്ലെ, ഇല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതിപ്പോഴും ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെ. നമ്മൾ ഇങ്ങനെ ഒരു ഉപകരണം പർച്ചേസ് ചെയ്താൽ പോലും ആ ഉപകരണത്തിന് കൃത്യമായിട്ട് അതിനാവശ്യമായ പരിപാലനങ്ങൾ നൽകുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു തകർച്ച അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാകുന്നതിൽ നമുക്ക് അതിനെ തടയാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, പരിപാലിക്കുക എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് തന്നെ 3ആയി ഡിവൈഡ് ചെയ്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് പ്രിവെന്റിങ്. എന്താണ് പ്രിവെന്റീവ് എന്ന് പറയാ? അതൊന്നും ആ ഒരു മെയിൻ്റനൻസ്, ഒരു തകരാറ്, ഒരു ബ്രേക്ക് ഡൗൺ വരുന്നതിന് മുൻപ് നമ്മൾ അത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. Done period, done ആണ് ട്ടോ അവിടെ. Done periodically, that once in a year or 2 or ആണ് ട്ടോ അവിടെ. അപ്പൊ എന്താണ്, നമ്മുടെ വീടുകളിലാണെങ്കിലും ഒക്കെ ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുകയാണ്, അത് എന്ത് ചെയ്യണം, അവിടെ അത് ആ ഒരു ഉപകരണം കേടായതിനു ശേഷം അല്ലെങ്കിൽ കംപ്ലൈന്റ് വന്നതിന് ശേഷം അത് നമ്മുടെ എന്താണ് റിപ്പയർ ചെയ്തിരിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അത് കംപ്ലൈന്റ് വരുന്നതിന് മുൻപ് തന്നെ അത് മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു റിപ്പയറുമായി ബന്ധപ്പെട്ട തുക നമുക്ക് ചെലവാകുന്ന തുക നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? കാരണം പെട്ടെന്ന് അത് കംപ്ലൈന്റ് വരില്ല. ഇടയ്ക്കിടയ്ക്ക് അത് എന്ത് ചെയ്യുക, ഒരു വർഷത്തില് എന്താ 1-2 പ്രാവശ്യം ശരിയായ രീതിയിൽ അനുകാലികമായിട്ട് എന്ത് ചെയ്യാം, പ്രിവെന്റീവ് ആയ രീതിയിലുള്ള മെയിൻ്റനൻസുകൾ നടത്തുക. വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ മുൻകരുതൽ പോലെ നമ്മൾ പരിപാലിക്കുക ഉപകരണങ്ങളെ. അപ്പൊ അങ്ങനെ 1-2 പ്രാവശ്യം, വർഷത്തിൽ 1-2 പ്രാവശ്യം ആനുകാലികമായിട്ട് അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇങ്ങനെയുള്ള മെയിൻ്റനൻസുകൾ, മുൻകരുതൽ എടുക്കുന്നത് പോലെയുള്ള മെയിൻ്റനൻസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഉപകരണം പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാതെ കുറച്ച് നാൾ കൂടി നമുക്കത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. രണ്ടാമതായിട്ട് ഡിറ്റക്റ്റീവ് ആണ്. അതായത് എന്താ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോബ്ലം എന്താണോ, ഇപ്പൊ ആ ഒരു ഉപകരണം ചിലപ്പോൾ പെട്ടെന്ന് നിന്നുപോയി അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാതെ വന്നാൽ ആ ഒരു ഉപകരണത്തിന്റെ എന്താണ് ആ ഒരു പ്രോബ്ലം,
അല്ലെ? ആ ഒരു കംപ്ലൈന്റ് ഉണ്ടാവാനായിട്ട് ഒരു പ്രോബ്ലം, ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുകയാണ്. Done for finding a particular problem. ഒരു പ്രത്യേക പ്രോബ്ലം, ഇതിലൊരു പ്രശ്നം കൊണ്ടായിരിക്കും അത് നിന്ന് പോയിട്ടുണ്ടാവുക. അപ്പൊ അതെന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം എന്താണ് എന്ന് കണ്ടെത്തുക. Then break down. എന്താണ്? The machine will break down and will not work. ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയാൽ, അല്ലെങ്കിൽ അത് പ്രവർത്തനം നിലച്ചു പോയി കഴിഞ്ഞാൽ അത് പിന്നീട് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യുന്നില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, നടക്കാതെ വരും, അല്ലെ? ആ ഒരു ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ മിക്സിക്ക് ഉപയോഗിക്കുന്നവരല്ലേ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ? പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു മിക്സി നമ്മള് ആ ഒരു പ്രവർത്തനം പോലെ എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ ഒരു മിക്സി നിന്ന് പോയാൽ, അല്ലെങ്കിൽ പിന്നീട് അത് പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആ ഒരു അരയ്ക്കാനുള്ള ആ ഒരു പ്രവർത്തനം നമുക്ക് പിന്നീട് നടത്താൻ പറ്റുമോ? ആ ഒരു മിക്സി ശരിയാക്കുന്നത് വരെ നമുക്ക് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അല്ലെ? അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ്, അത് പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹൈ. ഇതൊന്നും നമുക്ക് ആ ഒരു മെയിൻ്റനൻസ് ചെയ്തെടുക്കണമെങ്കിൽ എന്താണ്, ശരിയായ സമയം ആവശ്യമാണ്, അല്ലെ? അതുപോലെ ചിലവും കൂടുതലായിരിക്കും. ആണോ? ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയോ? മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപകരണത്തിന്റെ തകർച്ച അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാകുന്നതിനെ തടയുന്നതിനാവശ്യമാണ് ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് നമ്മൾ മുൻകരുതൽ അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടി ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താണ് പ്രവർത്തനരഹിതമാകുന്ന ഒരു അവസ്ഥ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആനുകാലികമായിട്ട് ആ ഒരു ഉപകരണം ഒരു വർഷത്തിൽ 1 or 2 പ്രാവശ്യം എന്ത് ചെയ്യും, മെയിൻ്റനൻസ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്നു. രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും കണ്ടെത്തുകയും അത് ശരിയായ രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് ഒരു ഉപകരണം പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ അവിടെ വേറെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ അവിടെ ആ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്താണ്, പൂർണ്ണമാക്കാതെ എല്ലാ പ്രവർത്തനങ്ങൾ പകുതി വെച്ച് നിന്നു പോകും, അല്ലെ? അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ പൂർണ്ണമായിട്ടും അത് എന്താണ്, പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് പ്രശ്നം, ഒരുപാട് സമയം നമുക്ക് അതിന് വേണ്ടി ചിലവാകും, അല്ലെ? അത് റിപ്പയർ ചെയ്ത് ശരിയായ രീതിയിൽ എടുക്കാൻ വേണ്ടി ഒരുപാട് സമയം ചിലവാകും. അതുപോലെ നമുക്ക് ചിലവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ലെ? നമ്മുടെ ഒരു ഉപകരണം നമുക്കറിയാം റിപ്പയർ ചെയ്യാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സാധനം പോയി. മിസ്റ്റേക്ക് വേർഡ് ഒന്നുകൂടി പറയണോ? ഡൺ പറഞ്ഞത് കേട്ടോ? ആ ഒരു ഫസ്റ്റ് പ്രിവെന്റീവില് ഡൺ ആണ് കേട്ടോ, ഡൺ പീരിയോഡിക്കലി എന്നാണ്. Then once in a year or 2 എന്നാക്കാം കേട്ടോ, or 2. കിട്ടിയോ? ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. Then next നമ്മൾ പറയാൻ പോകുന്നത് ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു. ഇനി നമ്മൾ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഉപകരണം ഹോസ്പിറ്റലിൽ വാങ്ങി, ഒരുപാട് തുക കൊടുത്താൽ നമ്മൾ ആ സാധനം വാങ്ങുന്നത്, അല്ലെ? അപ്പൊ അത് ശരിയായ രീതിയിൽ നമ്മൾ മതിയായ അളവിൽ അതിനെ പരിപാലിച്ചില്ല അല്ലെങ്കിൽ അറ്റകുറ്റം പണികൾ ശരിയായ രീതിയിൽ നടത്തിയില്ല എങ്കിൽ എന്തായിരിക്കും അതില് എന്തായിരിക്കും അതിന്റെ ലീഡ് ടു ഫൈനലി അതിന്റെ ആ ഒരു എന്താണ് അവസാനം എന്തിലേക്കായിരിക്കും അത് നയിക്കുന്നത്, അല്ലെ? നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ഒരു മെഷീൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അത് പരിപാലിച്ചില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് മെയിൻ്റനൻസ് ചെയ്യാതെ വന്നാല് എന്തിലേക്കായിരിക്കും അത് നയിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിലേക്കായിരിക്കും നയിക്കുക? എന്തായിരിക്കും അത്? നിങ്ങൾക്ക് തന്നെ പറയാവുന്നല്ലേ? നമ്മുടെ വീടുകളിൽ കണക്ട് ചെയ്ത് പറഞ്ഞാലും മതി. എന്താണ്? ഒരു ഉപകരണം നമ്മൾ ഒരുപാട് വില കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചു, ഒരു വാഷിംഗ് മെഷീനോ ഒരു ഫ്രിഡ്ജോ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് വില കൊടുത്ത് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു. ആ വാങ്ങിച്ച സാധനം ശരിയായ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ അവസാനം എന്തായിരിക്കും?
എന്താണ് ഒന്നും മിണ്ടാത്തെ? ഒന്ന് റിപ്ലൈ ചെയ്തേ. അത് കേടുപാടുകൾ സംഭവിക്കും അല്ലെ, നശിച്ചുപോയി അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ കൂടുതലായി വരും. ഇനി അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു ഉപകരണം ഇതുപോലുള്ള ഒരു ഉപകരണം വാങ്ങിച്ചു, അത് ശരിയായ രീതിയിൽ അവര് മെയിൻ്റനൻസ് ഒന്നും ചെയ്തില്ല. ഒരുപാട് വില കൊടുത്ത് വാങ്ങിയ ഒരു ഉപകരണം ആലോചിക്കണം കേട്ടോ. അപ്പൊ അവര് എന്താണ് മെയിൻ്റനൻസ് ഒന്നും ചെയ്തില്ല. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കും അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്? അത് ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ? എന്താണ് തോയിബ? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരിക്കും? എന്താണ് ലോസ് വരും അല്ലെ, നഷ്ടം വരും അല്ലെ. ശ്രദ്ധിക്കാട്ടോ, ഇവിടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാട്ടോ. നോക്കി, അപ്പൊ നഷ്ടം വരും അല്ലെ, ഒരുപാട് നമുക്ക് നഷ്ടം വരും അല്ലെ. നമ്മൾ ആ ചിലവാക്കിയ പണം നമുക്ക് തിരികെ ലഭിക്കാതെ വരും അല്ലെ. അതുപോലെ നമുക്ക് അത് ഉപയോഗിക്കാൻ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ, ഇപ്പൊ ഒരു റേഡിയോളജി റൂമിൽ നിങ്ങൾ എക്സാമ്പിൾ എടുക്കാം. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ശരിയായ രീതിയിൽ ഒരു എക്സ്റേ മെഷീനോ അല്ലെങ്കിൽ സ്കാനിങ് മെഷീനോ ഒന്നും ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻ്റനൻസ് ഒന്നും ചെയ്തില്ല. ഇല്ല എങ്കിൽ അവിടെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില റൂമുകൾ കണ്ടിട്ടുണ്ടോ അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്, ക്ലോസ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം അവിടെ പണി നടക്കുമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ മെഷീൻസോ കാര്യങ്ങളോ ഒക്കെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അവരത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. കുറച്ച് ദിവസത്തിനുള്ളിൽ അവരത് ആ ഒരു പണി കഴിഞ്ഞാൽ മാത്രമേ അവർ തുറക്കുള്ളൂ. അതുപോലെ അങ്ങനെ ഒരു ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഇപ്പൊ ഒരു എക്സ്റേ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സ്കാനിങ് എടുക്കുന്ന ആ ഒരു മെഷീൻസ് ആണ് കംപ്ലൈന്റ് ആണെങ്കിൽ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ അത് റിപ്പയർ ചെയ്യാൻ എടുക്കുന്നോ അത്രയും ദിവസം നമുക്ക് ആ ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന വരുമാനം ആ ഹോസ്പിറ്റലിന് കുറയില്ലേ? കുറയോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തെ? കുറയോ? ഇല്ലേ? കുറയില്ലേ? അതൊരു കാര്യം, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി വരുന്ന ഈ എക്യുപ്മെന്റ്സുകള് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, കംപ്ലൈന്റുകൾ ഉണ്ട്, അത് പിന്നെയും നമ്മൾ ഉപയോഗിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ മനസ്സിലാവുന്നില്ല ഇത് കംപ്ലൈന്റ് ആണോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലായിട്ടില്ല എങ്കിൽ അതുവഴി പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? എന്തായിരിക്കും അവർക്ക് ഉണ്ടാവുക? അവരുടെ ഹെൽത്ത് അല്ലെ, ആരോഗ്യപരമായിട്ട് അവർക്ക് ചിലപ്പോ എന്താണ് അപകട സാധ്യതകൾ വരാനുള്ള ചാൻസ് ഇല്ലേ? അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇപ്പൊ ഒരു റേഡിയേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റേഡിയേഷൻ കൊടുക്കുന്നതിന്റെ അളവ് കൂടാം അല്ലെ. അപ്പൊ അത് നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ റിസ്ക് ആവാൻ സാധ്യതയുണ്ട്, അപകട സാധ്യതയിലാവാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് അങ്ങനെ ഒരു ഉപകരണങ്ങൾ വഴി ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ പരിചയമുള്ള ആർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഷ്യൻസിനോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇമേജ് എന്തായി മാറും? എന്തായി മാറും? ആ ഒരു ഹോസ്പിറ്റൽ ഇമേജ് എന്തായി മാറും? ബ്രാൻഡായി മാറും അല്ലെ. നല്ലൊരു ഹോസ്പിറ്റലായിട്ട് നമുക്ക് പിന്നെ തോന്നോ? ഇല്ല. അതുകൊണ്ട് അവരുടെ ആ ഒരു ഗുഡ് വില് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് സൽപ്പേരിന് കളങ്കം സൃഷ്ടിക്കപ്പെടും അല്ലെ. അത് മൂന്നാമത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ട് ഇപ്പൊ നല്ല ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തതിന് നമ്മൾ ആദ്യം പറഞ്ഞത് കംപ്ലൈന്റുകൾ പെട്ടെന്ന് വരും അല്ലെ. അപ്പൊ ആ ഒരു ഉപകരണം ചിലപ്പോൾ നമുക്ക് ഒരു 10 വർഷമോ 15 വർഷമോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകരണമായിരിക്കാം. പക്ഷെ എങ്ങനെയായിരിക്കണം? ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് അത്രയും വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഇവിടെ ഇവരധികം പരിപാലിക്കുന്നില്ല, ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് ഒന്നും ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് അത് കംപ്ലൈന്റ് വരികയും അതിന്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലെ, ആ ഒരു ഉപകരണത്തിന്റെ ജീവിത അളവ് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് കണ്ടീഷനോടെ എത്ര നാൾ നിൽക്കും എന്നുള്ളതിനെ കുറയ്ക്കും അല്ലെ. കുറയില്ലേ? ഒരുപാട് വർഷം ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം ഇങ്ങനെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലൈന്റ് വരികയും നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്യാം. ആണോ? ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. നോക്കി ഒന്നുകൂടെ. The risk to safety എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് വരുന്നത് risk to safety, security of patients and hygiene അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ അപകട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അപകട സാധ്യതകൾ നേരിടേണ്ടതായിട്ട് വരാം അല്ലെ. രണ്ടാമതായിട്ട് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ
owing to failure, breakdown and closure of areas of equipment for repairs. ഒരു ഉപകരണം പ്രവർത്തനരഹിതമായി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ഒരു വിഭാഗം എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് അത് റിപ്പയർ ചെയ്യാനായിട്ട് വെക്കേണ്ടതായിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ബോർഡൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ചില റൂമുകളിലും ഫ്രണ്ടിലൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ആ ഒരു ഉപകരണം റിപ്പയർ ചെയ്യാനായിട്ട് അവരെ ക്ലോസ് ചെയ്തിട്ടേക്കായിരിക്കും ആ ഒരു ഏരിയ. അങ്ങനെ ക്ലോസ് ചെയ്തിടുമ്പോ എന്താ പ്രശ്നം? നമുക്ക് ആ ഒരു ഉപകരണം എന്ന് വരെ റിപ്പയർ ചെയ്ത് കഴിയുന്നു അന്ന് വരെ നമുക്ക് ആ ഒരു ഉപകരണം പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെ? അതാണ് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ. നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ അതിൽ നിന്ന് വരുന്ന റവന്യൂ അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് ആ ഒരു ഉപകരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും അല്ലെ. എക്സ്റേ മെഷീനോ സ്കാൻ ചെയ്യുന്ന മെഷീനോ അങ്ങനെ ഏതുമായിക്കോട്ടെ അത് ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നേ. ഇവിടെ നമ്മൾ ആ റിപ്പയർ ചെയ്യാൻ വേണ്ടി എത്ര ദിവസമാണ് അത് ഉപയോഗിക്കാൻ കിട്ടുന്നത്? അത്രയും ദിവസത്തെ അതിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലെ. മൂന്നാമതായിട്ട് ലോസ് ഓഫ് ഗുഡ് വിൽ ഓയിങ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. എന്താ? കാര്യക്ഷമമില്ലായ്മയും അതുപോലെ അവിടുത്തെ ആ ഒരു നിലവാര സ്റ്റാൻഡേർഡ് കുറയുന്നു അല്ലെ. നിലവാര തകർച്ചയും കൊണ്ട് തന്നെ ആ ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പുറത്തറിയുമ്പോൾ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ സൽപ്പേരിന് കളങ്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ ആണ് നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്വിപ്മെന്റ്. എന്താണ്? അവിടെ ആ വസ്തുക്കൾ നമ്മൾ ശരിയായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാതെ ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യാതെ വന്നാൽ ആ ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന്റെ നെറ്റ് റിഡക്ഷൻ, ആ ഒരു വസ്തുവിന്റെ ആയുസ് എന്ന് പറയുന്നത് എന്ത് കുറഞ്ഞു പോകുന്നു അല്ലെ. ഒരുപാട് നാൾ നീണ്ടു നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണെങ്കിൽ പോലും ശരിയായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ അത് പെട്ടെന്ന് കംപ്ലൈന്റ് വരികയും അതെന്ത് ചെയ്യുന്നു? പിന്നെ എന്താണ്? വർക്ക് ചെയ്യാതെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. ക്ലിയർ ആയോ ആ 4 പോയിന്റ്സ്? സെക്കൻഡ് പോയിന്റോ? സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓയിങ് ടു ഫെയിലിയർ. അതായത് ഒരു ഏരിയയില് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു സ്കാനിങ് റൂമിൽ ഒരു എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യുന്ന ഒരു മെഷീൻ കംപ്ലൈന്റ് ആയെന്ന് വിചാരിക്കാം. അപ്പൊ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 2-3 ദിവസം എടുക്കും അല്ലെ. അപ്പൊ ആ ഒരു വിഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്തിട്ടേക്കാണ്. കാരണം അവിടെ ഉപകരണമില്ല നമുക്ക് സർവീസ് കൊടുക്കാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തിടുമ്പോ എന്താ പറ്റുക? അവർക്ക് ആ ഒരു ഉപകരണം റിപ്പയർ ചെയ്ത് ശരിയാക്കുന്നത് വരെ ആ ഒരു ഉപകരണം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോ ആ ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ അതവിടെ കുറയില്ലേ. ഉപയോഗിക്കാതെ പറ്റാതെ വരുമ്പോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് കുറയില്ലേ. അതാ പറയുന്നത് സെക്കൻഡ് പോയിന്റില്. ക്ലിയർ ആയോ മൈബ? ഓക്കെ. ഓക്കെ, ഇനി മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ക്ലിയർ ആണോ? അല്ല എന്താ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്? കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാട്ടോ. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ആ ഉപകരണത്തെ തകർന്നാല് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപകരണം പൂർണ്ണമായിട്ടും ഒന്നില്ലെങ്കിൽ പ്രവർത്തനരഹിതമാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ തകർച്ചയെ നമുക്ക് സയന്റിഫിക് ആയിട്ട് തടയുന്ന രീതിയാണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ശരിയായ രീതിയിൽ നമ്മൾ ഒരു ഉപകരണം മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലെ. അതിനെ നമുക്ക് 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തത് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ്. അതായത് അതെന്താ? വർഷത്തിൽ 1-2 പ്രാവശ്യം ആനുകാലികമായിട്ട് ഈ ഉപകരണങ്ങൾ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെതിരെ ഒരു മുൻകരുതൽ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം ഒരു വർഷത്തിൽ അത് കൃത്യമായിട്ട് അങ്ങനെയുള്ള മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഉപകരണം കേടുപാടുകൾ സംഭവിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും അല്ലെ. രണ്ടാമതായിട്ട് കൃത്യമായിട്ട് ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടെത്തുന്നു. അങ്ങനെ ഏത് പ്രോബ്ലം മൂലമാണോ അത് കംപ്ലൈന്റ് വന്നിരിക്കുന്നത് ആ പ്രോബ്ലം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടെത്തുകയാണ് ഡിറ്റക്റ്റീവില്. മൂന്നാമതായിട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഒരു ഉപകരണം പൂർണ്ണമായിട്ടും ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ നിലച്ചു പോയാൽ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? നിലയ്ക്കുന്നു. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും പൂർണ്ണമാക്കാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഉപകരണം പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായാൽ ഇത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിരിക്കണമെങ്കിൽ ഒരുപാട് സമയവും ഒരുപാട് തുകയും നമുക്ക് ചിലവാകും. ക്ലിയർ ആണോ? അത് ക്ലിയർ ആയോ?
ഓക്കെ, നെക്സ്റ്റ് നോക്കി മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഇനി ഒരു ഹോസ്പിറ്റലില് നമുക്ക് ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, നല്ല രീതിയിൽ എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാം, അതാണ് പറയുന്നത്. മസ്റ്റ് ബി ഡൺ ബൈ, അത് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നോക്കി, പ്രോപ്പർ ഇൻസ്റ്റലേഷൻ, ശരിയായ രീതിയിൽ ഉപകരണങ്ങൾ എന്ത് ചെയ്യണം, സ്ഥാപിക്കണം അല്ലെ. ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യണം. അപ്പൊ ചിലപ്പോ ആ ഒരു ഉപകരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ചില ഉപകരണത്തിൽ എ സിയുടെ പ്രസൻസ് ആവശ്യമായിട്ട് വരാം, ചില ഉപകരണം ഒരുപാട് സ്പേസ് ആ റൂമിൽ ആവശ്യമായിട്ട് വരാം. അങ്ങനെ അതിനനുസരിച്ച് ഓരോ ഉപകരണങ്ങൾക്കനുസരിച്ച് ശരിയായ രീതിയിൽ ആവശ്യമായിട്ടുള്ള ഇടങ്ങൾ സജ്ജീകരിച്ച് അവിടെ എന്ത് ചെയ്യുക, അത് സ്ഥാപിക്കുക. രണ്ടാമതായിട്ട് അപ് കീപ്പിംഗ് ആൻഡ് റിപ്പയർസ്, എന്താണ്, കൃത്യമായി അത് നന്നായി സൂക്ഷിക്കുകയും വേണം. അതുപോലെ ആവശ്യമായ രീതിയിൽ റിപ്പയറുകൾ അല്ലെങ്കിൽ നന്നാക്കലുകൾ ചെയ്യണം അല്ലെ. എപ്പോഴും നമ്മൾ എന്താണ്, കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ മാത്രമേ നന്നായിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ അല്ലെ. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക. അതുപോലെ നല്ല രീതിയിൽ അതിനെന്തെങ്കിലും റിപ്പയറുകളോ കാര്യങ്ങളോ വന്നാൽ ഉടനടി ചെയ്യുക, നന്നാക്കി സൂക്ഷിക്കുക. മൂന്നാമതായി പീരിയോഡിക് ക്ലീനിങ് അല്ലെ. ആധികാരികമായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, ഏതൊരു ഉപകരണമാണെങ്കിലും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക അല്ലെ, വൃത്തിയാക്കി ശുചീകരിച്ച്. ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്, എന്താ, പ്രതിരോധ പരിപാലനം. ഇനി എന്തെങ്കിലും അതിന് വരാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കംപ്ലൈന്റുകൾ അത് വരുന്നുണ്ടോ, എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള സിംറ്റംസോ കാര്യങ്ങളോ ആദ്യം കാണിച്ചിട്ടാണല്ലോ, അല്ലാതെ ഉടനെ അതൊരു കംപ്ലൈന്റ് വരില്ല അല്ലെ. ചെറിയ രീതിയിൽ വല്ല എർത്തിങ് പോലെ തോന്നിയോ, കറണ്ട് ഷോക്ക് കിട്ടുന്ന പോലെ തോന്നിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈബ്രേഷൻസ് പോലെ തോന്നിയോ, ഒരു പ്രോപ്പറായിട്ട് ഹീറ്റ് ആവുകയോ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, മുൻകൂട്ടി കണ്ട് മുൻകരുതലെടുത്ത് അതൊക്കെ ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് നന്നായി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക ഒരു ഉപകരണം. നാലാമതായിട്ട് റെക്കോർഡ് കീപ്പിംഗ്. ഈ ഓരോ ഉപകരണങ്ങളും ഇങ്ങനെ ഓരോ കൃത്യമായി എന്തൊക്കെയാണോ ആ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്, ശരിയായ രീതിയിലുള്ള മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് കൃത്യമായി റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുക. അഞ്ചാമത്തതാണ് പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. എന്താണ്, ഇപ്പൊ സ്പെയർ പാർട്സുകളിലെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സ്പെയർ പാർട്സുകളൊക്കെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, പ്രൊക്യൂർമെന്റ് അല്ലെങ്കിൽ സംഭരിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇപ്പൊ ഒരു എന്താണ്, ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ടാവാം. നമ്മുടെ വീടുകളിലാണെങ്കിൽ ഇപ്പൊ ചില സ്പെയറുകൾ നമ്മൾ വാങ്ങി വെക്കില്ലേ. ഇപ്പൊ ഒരു എന്താണ്, പ്രഷർ കുക്കറിന്റെ ആണെങ്കിൽ വല്ല വാഷറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സ്പെയർസ് വാങ്ങി വെക്കില്ലേ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ഉപകരണം കംപ്ലൈന്റ് വന്നാൽ ഉടനെ അത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്പെയർസ് വാങ്ങി വെക്കാറുണ്ടാവില്ലേ നമ്മള്, സ്പെയർ പാർട്സ് അല്ലേ. അതുപോലെ ഇവിടെയും എന്ത് ചെയ്യുക, വരുന്ന മെഷീൻസ് പെട്ടെന്ന് ചെറിയ ചെറിയ നിസ്സാര കംപ്ലൈന്റുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അപ്പൊ റിപ്പയർ ചെയ്യാൻ എടുക്കില്ല. ഈ സ്പെയർ പാർട്സ് നമ്മുടെ അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റിയിട്ട്, ഓൾറെഡി അവിടെ ഇലക്ട്രീഷ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും, അതിനനുസരിച്ച് പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് മാറ്റിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് ആ സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്പെയർ പാർട്സുകളിലേക്ക് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ അതൊക്കെ സംഭരിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ്റനൻസ്, ഒരു എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? നിങ്ങളുടെ വീട്ടിലെ കാര്യമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, മറന്നു പോയില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മള് ഫോർത്തിലേക്ക് വരാണ്. ഫോർത്ത് പോയിന്റ് ആണ് ഇത്. ഡി ആണ് കേട്ടോ, എ അല്ല, എ ബി എന്നല്ല, ഡി ആൻഡ് ഇ എന്നാക്കുക കേട്ടോ. രണ്ട് ഹെഡിങ് ഡി ആൻഡ് ഇ. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. ഇനി എന്താ ഫോർത്ത് വൺ പറഞ്ഞത്, ഒരു ഉപകരണം ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക, യൂട്ടിലൈസേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക അല്ലെ. നോക്കി, യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80% to 90%. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. എപ്പോഴും ഒരു ഉപകരണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക അല്ലെ. വാങ്ങിക്കുന്ന ആ ഒരു ഉപകരണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അതിന്റെ ആ ഒരു ഉപയോഗിക്കുന്ന ഒരു റേഞ്ച് ഉണ്ട് അല്ലെ. ഒരു 100% എന്ന് പറഞ്ഞാൽ എന്താ, പൂർണ്ണമായിട്ട് അതിനെ ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയും അല്ലെ. ഒരു 100% എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, അത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ അത് വളരെ എന്താണ് മുഴുവനും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് 100% അല്ലെങ്കിൽ 100% ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു ഉപകരണം വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് എത്ര ശതമാനം മുതൽ എത്ര ശതമാനം വരെ, 80 to 90% വരെ ആയിരിക്കണം. അതായത് ഒരുപാട് ഉപയോഗം കുറയ്ക്കാനും പാടില്ല, എന്നാൽ ഓവർ യൂട്ടിലൈസേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് അധികം ഉപയോഗിക്കാനും പാടില്ല. ക്ലിയർ ആയോ? ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിനൊരു റേഞ്ച് ഉണ്ട്.
80 മുതൽ 90% വരെ ആയിരിക്കണം അതിന്റെ ഉപയോഗം. 100% എന്നുള്ളൊരു കണക്ക് വെച്ചാൽ അതിൽ 80 മുതൽ 90% വരെ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഒരുപാട് ഉപയോഗം കുറഞ്ഞു പോകാനും പാടില്ല, അതുപോലെ ഒരുപാട് അധികം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഉപകരണം കംപ്ലൈന്റ് വരാം അല്ലെ. ഉപയോഗിച്ചധികം ഉപയോഗിച്ചില്ലെങ്കിലും കംപ്ലൈന്റ് വരാം, ഓവർ ആയിട്ട് ഉപയോഗിച്ചാലും കംപ്ലൈന്റ് വരും അല്ലെ. അത് ആ ഒരു റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാനായിട്ട്, ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആയോ അത്? യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ ഉപകരണങ്ങള് നിരസിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുക അല്ലെ, ഡിസ്കാർഡ് ചെയ്യുക. ആസ് എ സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ്, എന്താ നമ്മൾ വീണ്ടും നമുക്ക് സ്ക്രാപ്പ് ഐറ്റം ആയിട്ട് ഈ സാധനം വിൽക്കാം അല്ലെ. നമ്മുടെ വീട്ടിലെ ആ ഒരു ഉപകരണങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിച്ചു, പിന്നെ അത് നമുക്ക് ശരിയാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ എവിടെയാ കൊടുക്കാം? സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെ. നമുക്ക് ആ വാങ്ങിയ വിലയൊന്നും കിട്ടില്ലെങ്കിലും എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള വില ആ ഒരു ഉപകരണത്തിന്റെ ഇതിനനുസരിച്ച് കിട്ടില്ലേ, നമ്മൾ സ്ക്രാപ്പിന് നമ്മൾ വീണ്ടും വിൽക്കാം അല്ലെ. ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഉപകരണം പൂർണ്ണമായിട്ടും അത് പ്രവർത്തനരഹിതമായാൽ നമുക്ക് സ്ക്രാപ്പിൽ അത് വിൽക്കാവുന്നതാണ്. അതല്ലെങ്കിലോ ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ, ചെറിയ ചെറിയ ആശുപത്രികൾക്ക് ഫ്രീ ആയിട്ട് നൽകാം. ഇതിനു വേണ്ടിയായിരിക്കും ചെറിയ ചെറിയ ആശുപത്രികൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നൽകുന്നത്. വലിയ വലിയ ആശുപത്രികൾക്ക് അത്രയും ഫണ്ട് ഒരു ചെറിയ ആശുപത്രിക്ക് എടുക്കാനായിട്ട്, ഒരു പുതിയത് വാങ്ങാനായിട്ടുള്ള ഫണ്ട് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു ഉപകരണം അവർക്ക് ശരിയാവുമോ, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ഒരു 2 വീലറൊക്കെ പഠിക്കുന്ന ആളുകളുടെ ഒരു എക്സാമ്പിൾ എടുക്കാം അല്ലെ. 2 വീലറൊക്കെ പഠിക്കാവുന്നവർ എങ്ങനെയാ? ആദ്യം തന്നെ അത് പഠിക്കാൻ വേണ്ടിട്ട് ഒരു പുതിയ വണ്ടിയാണോ പോയി എടുക്കുന്നത്? പുതിയ വണ്ടി ബുക്ക് ചെയ്ത് വരുത്തിയിട്ടാണോ അതിലാണോ ഓടിച്ചു പഠിക്കുന്നത്? ആണോ? അല്ല അല്ലെ. അവരെന്ത് ചെയ്യും? ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരു പഴയ മോഡൽ ഒരു വണ്ടി നമുക്ക് ഓടിച്ച് പഠിക്കാം എന്നുള്ള രീതിയിൽ ഒരു പഴയ വണ്ടി എടുക്കും അല്ലെ. അത് ഓടിച്ച് പഠിച്ച് ഓക്കെ ആക്കി എല്ലാ ലൈസൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു നല്ല രീതിയിൽ ഓടിക്കാൻ ഓക്കെ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു വണ്ടി എടുക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നേ? അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലുകളും ചെറിയ ചെറിയ ഹോസ്പിറ്റല് ഇത്രയും തുക ചിലപ്പോൾ അവർക്ക് ഒരുമിച്ച് മുടക്കി വാങ്ങാനായിട്ടുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അവർ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയി കിട്ടുന്ന ഇങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങി ഉപയോഗിച്ച് അത് പഠിച്ച് ഓക്കെ ആണ് അതുവഴി നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുമെന്ന് അവർക്ക് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഇതുമന്റെ പ്രവർത്തനങ്ങളും അറിയണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? പതുക്കെ ഒരു ഫണ്ട് വെച്ച് ആ ഫണ്ടിനനുസരിച്ച് ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങാം. ക്ലിയർ ആണോ അത്? ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു 5 പോയിന്റ്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ പർച്ചേസിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു 5 പോയിന്റ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു 5 എണ്ണം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എന്നാക്കാട്ടെ. അവിടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്നാണ്. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഒരു സാധാ ഓർഡിനറി പർച്ചേസ് നമ്മൾ ചെയ്യുന്നതും ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതും തമ്മിലുള്ള പ്രധാന ഡിഫറൻസുകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ. എന്താ? ചർച്ച നീളം അല്ലെ. ഇപ്പൊ ഒരു 2 എക്യുപ്മെന്റ്സ് നിങ്ങൾ 2 വിഭാഗമായിട്ട് വിചാരിക്കേണ്ട. ഒന്ന് ഒരു സാധാ പർച്ചേസിങ്ങും മറ്റൊരെണ്ണം ഒരു ക്യാപിറ്റൽ പർച്ചേസിംഗ്. 2 വിഭാഗമില്ല ഇവിടെ. അപ്പൊ 2 പർച്ചേസിംഗിലും ഏറ്റവും കൂടുതൽ ചർച്ച നീളുന്നത് അല്ലെങ്കിൽ ചർച്ച ഏറ്റവും കൂടുതൽ വേണ്ടത് ഏത് ഉപകരണത്തിനായിരിക്കും? ഏത് ഉപകരണത്തിന്റെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടായിരിക്കും? വെരി ഗുഡ്, ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ, ചർച്ച നീളുന്നത്. ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഒരു സാധാരണ പർച്ചേസിംഗില് ആ ഒരു എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ ചർച്ച നീളുന്നത്, ചർച്ച എന്ന് പറയുന്നത് കുറവ് മതി അല്ലെ. അതേസമയം ഒരു ക്യാപിറ്റൽ പർച്ചേസുമായി ബന്ധപ്പെടുമ്പോ അവിടെ അത് ഹൈ ആയിരിക്കും അല്ലെ, കൂടുതലായിരിക്കും. കാരണം നമ്മൾ അത്രയും തുക ചിലവാക്കിയാണ് അത് വാങ്ങുന്നത്. അപ്പൊ അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്തായിരിക്കും ആ ഒരു ഉപകരണം വാങ്ങുക അല്ലെ.
നോക്കി സെക്കൻഡ് വൺ ആണ് ലീഡ് ടൈം റിക്വയർമെന്റ്. എന്താണ് ഒരു ലീഡ് ടൈം എന്ന് പറയുന്നത്? ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെ, നമ്മൾ പർച്ചേസിംഗിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുത്ത് അത് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ആ ലീഡ് ടൈമിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഏതിലായിരിക്കും കൂടുതൽ വരാ ലീഡ് ടൈം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഏതിലായിരിക്കും ലീഡ് ടൈം കൂടുതൽ വരാ? ആണ് ലീഡ് ടൈം ഏതിനാ കൂടുതൽ വരാ? ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്, ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാൻ പോയി, അവിടെ ഡെലിവറി ചെയ്യാനുള്ള സമയം ഏറ്റവും കൂടുതൽ എടുക്കുന്ന രീതിയിലായിരിക്കും ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് തന്നെയാണ് എടുക്കുക അല്ലെ. കാരണം എന്താ, അത് അവിടെ നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അവരത് മാനുഫാക്ചർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടേതായ ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോ അതിനനുസരിച്ചുള്ള സമയം അവർക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അതുകൊണ്ട് അതേസമയം സാധാരണ ഓർഡിനറി പർച്ചേസ് ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ ആ സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് കൊണ്ടുതരാൻ അധികം സമയം എടുക്കില്ല, ഡെലിവറി സമയം എടുക്കില്ല. അപ്പൊ ലീഡ് ടൈം എപ്പോഴും കൂടുതലായി വരുന്നത് ഒരു ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ് ആണ്. ക്യാപിറ്റൽ പർച്ചേസിന് കൂടുതലോ ഒരു ഓർഡിനറി പർച്ചേസിന് കുറവുമായിരിക്കും. മൂന്നാമതായി പറയുന്നത് സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. എന്താ? ചിലവാകുന്ന തുകയുടെ വലിപ്പം അല്ലെ. ചിലവാകുന്ന തുകയുടെ വലിപ്പം ഏറ്റവും കൂടുതൽ ഏതിനാ? ചിലവാകുന്ന തുകയുടെ വലിപ്പം വെരി ഗുഡ്, ക്യാപിറ്റൽ എക്യുപ്മെന്റിനാണ് അല്ലെ. ചിലവാകുന്ന തുക എപ്പോഴും കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനായിരിക്കും. വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെ, വളരെ കൂടുതലാണ് അല്ലെ, വളരെ കൂടുതലാണ് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ അവൈലബിലിറ്റി ഓഫ് സോഴ്സുകളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യത. ഈ ഒരു സാധനം നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഒരു ഓർഡിനറി പർച്ചേസ് ആവാം അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ പർച്ചേസ് ആവാം. ആ സാധനങ്ങളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യമാകുന്ന സ്രോതസ് ഏതായിരിക്കും പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുന്നത്? ഓർഡിനറി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നത് അല്ലെ. അതേസമയം വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് അല്ലെ. അതേസമയം ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആവുമ്പോൾ എന്താ, ഒരുപാട് സമയം നമുക്കത് എടുക്കും. അത് മാത്രമല്ല എല്ലാ സപ്ലൈയേഴ്സും ചിലപ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ച് ഒരുപാട് വളരെ സ്ലോ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സാധനത്തിന്റെ ലഭ്യത ഉള്ള ആളുകളെ കണ്ടെത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവരിൽ നിന്ന് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. ക്ലിയർ ആയോ? അത് ആ ഒരു 4 പോയിന്റ്സ് ഒക്കെയാണ്. ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കി 3 ways to obtain an item to an organization. ഇനി ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഐറ്റം, ഇപ്പൊ ഏതെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ഒരു സാധനം വേണം, ഒരു ഉപകരണം നമുക്ക് വേണം. അങ്ങനെ ഉപകരണം വേണമെങ്കിൽ 3 വഴികളിലൂടെ ആ സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഐറ്റത്തെ നമുക്ക് വാങ്ങാം. ഏതൊക്കെ വഴി? ഇപ്പൊ നമുക്ക് ഒരു സാധനം വേണം, എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ നമുക്കൊരു വാഹനം വേണം, ഒരു കാർ വേണം, നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു കാർ വേണം. നമുക്ക് ആ ഒരു കാറ് പല രീതിയിൽ നമുക്ക് ആ ഒരു കാർ വാങ്ങിച്ചൂടെ? എന്തൊക്കെ വഴിയിലൂടെ വാങ്ങാം? 3 മെത്തേഡ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഒന്നെന്താ, നിങ്ങൾ ഒരു കാർ വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു, നിങ്ങൾ ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് കാർ വാങ്ങാം? എന്താ, ഒരു പുതിയ കാർ വാങ്ങാം അല്ലെ. ഒന്നല്ലെങ്കിൽ ഒരു പുതിയ കാർ വാങ്ങാം, അല്ലെങ്കിൽ എന്താണ്, ഒരു പുതിയ കാർ വാങ്ങാൻ പറ്റാത്തവർ എന്താ ചെയ്യാ? ഓൾഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങും അല്ലെ. ഓൾഡ് അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങും അല്ലെ. അല്ലെങ്കിലോ, ഇനി ഇത് രണ്ടും വാങ്ങാൻ കഴിവില്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യാ? ലീസിന് അല്ലെങ്കിൽ റെന്റിന് എടുക്കും അല്ലെ. റെന്റിന് എടുക്കും, അത് ദിവസ വാടകയ്ക്കോ അല്ലെങ്കിൽ മാസ വാടകയ്ക്കോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെ. അപ്പൊ ഈ 3 വഴികളിലൂടെയാണ് ഒരു സ്ഥാപനത്തിലേക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഐറ്റം കിട്ടുന്നത്. നോക്കി, 3 ways to obtain an item to an organization. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. ഒരു പുതിയ എക്യുപ്മെന്റ് നമുക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങാം. രണ്ടാമതായിട്ട് അങ്ങനെ പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങാൻ പറ്റാത്ത ഒരു കേസ് ആണെങ്കിലോ പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് അല്ലെ, പഴയതോ അല്ലെങ്കിൽ ഉപയോഗിച്ചതോ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് വാങ്ങാവുന്നതാണ്. മൂന്നാമതായിട്ട് ഈ 2 കാര്യങ്ങളും പറ്റാത്തൊരു സ്ഥാപനമാണെങ്കിൽ ബൈ ലീസിംഗ് അല്ലെ, പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് നമുക്ക് ആ ഒരു ഉപകരണം വാങ്ങാം. ക്ലിയർ ആണോ ആ ഒരു 3 പോയിന്റ്? ഓക്കെ അല്ലേ? ഓക്കെ,
ഇനി ആ ഒരു 3 പോയിന്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത് പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റ്. ഒരു പുതിയ ഉപകരണം, നമ്മൾ ഒരു പുതിയ ഉപകരണം നമ്മൾ പർച്ചേസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് to collect the relevant data about the equipment or from the user department. എന്താണ്, ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങുമ്പോ ആ പുതിയ എക്യുപ്മെന്റ് ആരാണ്, ഇപ്പൊ നമ്മളൊരു യൂസർ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ആ ഉപകരണം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന, അല്ലെ നമ്മൾ ആ പഠിച്ചില്ലായിരുന്നോ പ്രൊസീജിയേഴ്സില്, അല്ലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ഉപകരണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാ ആവശ്യപ്പെടുന്നേ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് പർച്ചേസ് ചെയ്യുക? യൂസർ ഡിപ്പാർട്ട്മെന്റ്, അല്ലെ ഉപയോഗിക്കുന്ന ആ ഒരു ഉപയോഗ വിഭാഗം അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന സാധനങ്ങൾ വേണമെന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നത്. ഇവിടെയും ആ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഏത് എക്യുപ്മെന്റ് ആണോ വാങ്ങേണ്ടത് അതുമായി ബന്ധപ്പെട്ട റെലവന്റ് അല്ലെങ്കിൽ പ്രസക്തമായ ഇൻഫർമേഷൻസ്, ഡേറ്റാസ് ഒക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുന്നു. ഏതൊക്കെ വേണം, പല ബ്രാഞ്ചുകളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റകള് കളക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ. എന്ത് ചെയ്യും, ആ സപ്ലയേഴ്സിൽ നിന്നുള്ള കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ക്ഷണിക്കലാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻസ് ഏതൊക്കെയാണോ, ഉപകരണങ്ങൾ പുതിയതായിട്ട് ഏത് എക്യുപ്മെന്റ് ആണോ പർച്ചേസ് ചെയ്യാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റെലവന്റ് ഡേറ്റാസ് എല്ലാം യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്നു. അതിനനുസരിച്ച് കൊട്ടേഷനുകൾ, സപ്ലയേഴ്സിൽ നിന്നുള്ള കൊട്ടേഷനുകൾ ക്ഷണിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ദ അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻസ് ഓർ ബിഡ്സ് എന്നാണ് കേട്ടോ, ഓർ ആണ് അവിടെ വരുന്നത് കേട്ടോ, കൊട്ടേഷൻസ് ഓർ ബിഡ്സ് കേട്ടോ. കൊട്ടേഷൻസ് എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. അങ്ങനെ കൊട്ടേഷൻസ് വിലയിരുത്തി അല്ലെങ്കിൽ ബിഡ്സ് എന്ന് പറയുന്ന ലേലം വിളിക്കുക. ലേലം വിളികളിലൂടെ നമുക്കൊരു പുതിയ എക്യുപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ ആ ഒരു 3 സ്റ്റെപ്പ്? ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞത്, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൃത്യമായിട്ടുള്ള ഏത് ബിഡ്സ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുക കേട്ടോ, ലേലം വിളിക്കുക. ഓക്കെ, ഫസ്റ്റ് നോക്കി, ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ ഉപകരണങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് സപ്ലയേഴ്സിൽ നിന്ന് കൊട്ടേഷൻസ് ക്ഷണിക്കുക. ഇനി ഈ കൊട്ടേഷൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വിലയിരുത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, ലേലം വിളിച്ച് അല്ലെങ്കിൽ എന്താണ് കൊട്ടേഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുക, സാധനം പുതിയതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക. അത് ആരാണോ മാക്സിമം വില കുറച്ച് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തരുന്നത് അവരിൽ നിന്ന് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക, അല്ലെ? അതിനു വേണ്ടിയാണ് ഈ കൊട്ടേഷൻസ് അല്ലെങ്കിൽ ലേലം വിളികളൊക്കെ നടക്കുന്നത്. ഈ 2 മെത്തേഡിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ ആ 3 പോയിന്റ്? ക്ലിയർ ആണോ? നമ്മൾ പറയുന്ന പോയിന്റ്സ് പറഞ്ഞ ഓൾറെഡി ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അത് തന്നെയാണ്. പോയിന്റ് വൈസ് ആയിട്ട് ഓരോ രീതിയിൽ കൊടുത്തിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. Okay, next നമുക്ക് ഫാക്ടേഴ്സ്. ഇങ്ങനെ ഒരു പുതിയ പർച്ചേസിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സർവീസ് ലൈഫ് ഓഫ് ആൻ അസെറ്റ് which reduces the average cost per period of service. It includes time and cost dimension. Okay, economic life of the machine എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കുറച്ച് എന്താണെന്ന് കൺഫ്യൂസ്ഡ് ആവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഉപകരണം വാങ്ങി, നമ്മൾ വാങ്ങിയ ആ ഒരു എക്യുപ്മെന്റിന്റെ സർവീസ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി എന്നൊക്കെ പറഞ്ഞു തരാറില്ലേ? മേടിക്കുമ്പോ അവര് പറയാറില്ലേ, ഇത്ര വർഷം അത് കേടുപാടുകളൊന്നും കൂടാതെ ഇത്ര വർഷം അത് നിലനിൽക്കും. അത് അവരുടെ ഉറപ്പ് തരുന്നതാണ്, അല്ലെ? ആ ഒരു ഇത്ര വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് അവര് തന്നെ റിപ്പയർ ചെയ്ത് തരും. അങ്ങനെയല്ലേ പറഞ്ഞല്ലേ നമ്മൾ വാങ്ങുന്നേ? ഇവിടെ ഈ ഒരു ഉപകരണം വാങ്ങുമ്പോൾ എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ഉപകരണം അതിന്റെ ഒരു സർവീസ് ലൈഫ് അല്ലെങ്കിൽ അത് എത്ര നാളത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, അതുപോലെ റെഡ്യൂസസ് ദ ആവറേജ് കോസ്റ്റ് പെർ പീരിയഡ് ഓഫ് സർവീസ്. ആ ഒരു സർവീസ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനു വേണ്ടി ചിലവാക്കാൻ തുക ഒന്നും ചിലവാക്കേണ്ടി വരരുത്.
അതാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. അതിലെ സമയവും നമ്മൾ അവിടെ ചെലവാക്കുന്ന തുകയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഉപകരണം നമ്മൾ വാങ്ങി, ആ ഒരു ഉപകരണം വാങ്ങിയാൽ ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഒരു റിപ്പയർ ഒന്നും കൂടാതെ നമുക്ക് എത്ര നാൾ ആ ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റും. അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഉപകരണം നമ്മൾ വാങ്ങി, ആ ഒരു ഉപകരണം വാങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ നമുക്കത് കംപ്ലൈന്റുകളോ റിപ്പയറിങ്ങോ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. കിട്ടിയോ? എന്താണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ? ക്ലിയർ ആയോ? ഒരു ഉപകരണം നമ്മൾ വാങ്ങിയാല് ആ ഉപകരണം എത്ര നാള് നമുക്ക് റിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ ഇല്ലാതെ എത്ര നാൾ ആ ഒരു സർവീസ് ലൈഫിൽ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് എന്താണ് അവർ റിപ്ലൈ ചെയ്യാതെ? മനസ്സിലായില്ല? ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. എന്താണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്? ദ ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ മെഷീൻ ഓർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ മെഷീൻ. ആ ഒരു മെഷീന്റെ പ്രൊഡക്ടിവിറ്റി, നല്ല ഉൽപാദനക്ഷമത, മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമതയും അല്ലെങ്കിൽ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ മെഷീൻ, മെഷീന്റെ ഒരു ജീവിത കാലയളവ്. ഇതിലെന്തായിരിക്കും ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ ഫിസിക്കൽ ലൈഫും എക്കണോമിക് ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട്. എക്കണോമിക് ലൈഫിൽ നമ്മൾ എന്താ പറഞ്ഞേ? അവിടെ നമുക്ക് ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിക്കുമ്പോ അവിടെ കംപ്ലൈന്റുകളോ റിപ്പയറിങ്ങോ ഇല്ലാതെ നമുക്ക് അത് എത്ര നാള് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. അതേസമയം ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ വന്നു അല്ലെ, ഇപ്പൊ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ തരും അല്ലെ. ഇപ്പൊ ഒരു ഉപകരണം നമ്മൾ വാങ്ങും, അതിന് ചിലപ്പോൾ ഒരു 3 വർഷമായിരിക്കും അവര് ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി തരുന്നത്. ആ ഒരു 3 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യും അല്ലെ. മെയിൻ്റനൻസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് എന്ത് ചെയ്യാം? ഒരു 3 വർഷം കൂടി ചിലപ്പോ അത് വർക്ക് ചെയ്തേക്കാം. ആണോ? അപ്പൊ അത് മൊത്തത്തിൽ അതിന്റെ വർക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് 6 വർഷമായില്ലേ? ആയോ? അതാണ് അവിടുത്തെ എന്താണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. അത് ആ മൊത്തത്തിലുള്ള ജീവിത കാലയളവ്. ആ ഒരു ഉപകരണം അവിടെ റിപ്പയറിംഗ് നടക്കുന്നുണ്ടാവാം, മെയിൻ്റനൻസ് ഉണ്ടാവാം, അതെല്ലാം ചെയ്തിട്ട് അല്ലെ ആ ഒരു മാക്സിമം നമ്മൾ ആ ഒരു ഉപകരണം എത്ര നാൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയോ? എത്ര നാൾ നമുക്ക് ആ ഒരു മെഷീൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ളിൽ എന്തൊക്കെ വരാം? അതിനുള്ളിൽ ചിലപ്പോൾ നമ്മൾ റിപ്പയറിംഗ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ടാവും. അതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു ഉപകരണം എത്ര നാൾ നമുക്ക് മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? എക്കണോമിക് ലൈഫും ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീനും ക്ലിയർ അല്ല ആവാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസമുള്ളൂ. എന്താണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുമ്പോ അവിടെ നമ്മൾ റിപ്പയറിങ്ങോ അല്ലെങ്കിൽ എന്താണ് മെയിൻ്റനൻസ് ഒന്നും നടക്കാതെ അല്ലെ, കംപ്ലൈന്റോ അല്ലെങ്കിൽ റിപ്പയറിംഗ് ഒന്നും വരാതെ എത്ര നാള് ആ ഒരു ഉപകരണം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ആ ഒരു ഉപകരണത്തിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. അതേസമയം ഫിസിക്കൽ ലൈഫിൽ വരുമ്പോ അത് നമുക്ക് എത്ര നാൾ മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇതിനുള്ളിൽ എന്താണ് അവിടെ റിപ്പയറിംഗ് നടക്കുന്നുണ്ട്, മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം എത്ര നാള് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു ഉപകരണം എന്നതാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ദോയിബ? ദോയിബയ്ക്ക് ക്ലിയർ ആയോ? ഓക്കെ. തേർഡ് നോക്കിയേ, ടാക്സ് ലൈഫ്. എന്താ? അതൊരെണ്ണം കൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ട്ടാ. ടാക്സ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ചിലവാക്കിയ തുക അല്ലെ, നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ ഗ്രോത്ത് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. നമ്മൾ ചിലവാക്കിയ തുക നമുക്ക് എത്ര നാൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. എന്താ? ഇപ്പൊ ഒരു ഉപകരണം, ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സ്കാനിങ് മെഷീൻ ഇത് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ ഒരുപാട് തുക ചിലവാക്കിയല്ലേ ആ ഒരു മെഷീൻ വാങ്ങിക്കുന്നേ. ആ ചിലവാക്കിയ തുക എത്ര നാള് കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നതാണ് ടാക്സ് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഉപകരണം നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു. ഒരുപാട് ഒരു എന്താണ് ഒരു വെറുതെ ഒരു കണക്ക് പറയുന്നതാണ് കേട്ടോ. ഇപ്പൊ ഒരു 50,000 രൂപ കൊടുത്താണ് നമ്മൾ ആ ഒരു ഉപകരണം വാങ്ങിച്ച് അവിടെ സ്ഥാപിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഓരോ പ്രാവശ്യവും അവിടെ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തുക നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നില്ലേ?
ഓരോ പ്രാവശ്യം ഒരു വ്യക്തി എക്സ്റേ എടുക്കുന്ന പേഷ്യൻസ് വന്ന് എക്സ്റേ എടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ലാഭം അല്ലെങ്കിൽ ആ ഒരു വരുമാനം അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ലേ? ആ ഒരു വരുമാനം എത്ര നാള് കൊണ്ട് ഇവര് വാങ്ങിച്ച തുക, ഇവർ ആ വാങ്ങിക്കാൻ ചെലവാക്കിയ 50,000 രൂപയാണെങ്കിൽ ആ 50,000 രൂപ ഇവർക്ക് എത്ര നാള് കൊണ്ട് ഈ ഒരു ഉപകരണത്തിൽ നിന്ന് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ടാക്സ് ലൈഫ്. ക്ലിയർ ആണോ അത്? അവർ എത്ര രൂപയാണോ ചിലവാക്കിയത് ആ തുക അവർക്ക് എത്ര നാള് കൊണ്ട് തിരിച്ചു കിട്ടും എന്നതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 50,000 രൂപ ഇവര് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അത് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നാള് കൊണ്ട് ആ ഒരു ഉപകരണത്തിൽ നിന്നും ആ ചിലവാക്കിയ തുക ഇവർക്ക് തിരികെ കിട്ടും. അതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.